ഇന്ന് ഉച്ചയ്ക്ക് നല്ല നാടൻ കീര കിട്ടിയായിരുന്നേ. നിങ്ങൾ പല രീതി ചീര എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഇവിടെ എല്ലാവരും കീര എന്നാ പറയുന്നത്. ഈ നാടൻ സാധനങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് തോരൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കറി വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു കെമിക്കലൊന്നും ഇടുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങൾക്ക് മിക്കവാറും ഇതുപോലത്തെ നാടൻ പയറും വെണ്ടയ്ക്കയും ചീരയും അങ്ങനെ പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങൾ മാക്സിമം അത് വാങ്ങാറുണ്ട്. അങ്ങനെ കീര തോരനും റെഡിയായി. പിന്നെ ഉച്ചയ്ക്ക് മീൻ വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊഞ്ചു മതി. ഇവിടെ എന്ന് കൊഞ്ച് കിട്ടിയാലും കറി വെക്കുമോ ഞാൻ എന്ന് വിചാരിച്ച് പൊരിക്കാന്ന്. കൊഞ്ച് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ആ മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സാധാ പൊടികൾ തന്നെയാണ് ഞാൻ കൊഞ്ച് പൊരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിൽ അരപ്പ് പിടിച്ചോളും. പിന്നെ കറിക്ക് എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് വെക്കാം, തേങ്ങ അരയ്ക്കാതെ വെക്കാം. തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന കറിയായിരിക്കും ഏറ്റവും എളുപ്പം. പിന്നെ തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ട് വളരെ സിമ്പിളാണ്. കുറച്ച് എണ്ണയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മോര് കറി റെഡിയാവും. മോര് കറിക്ക് വേറെ അച്ചാർ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മോര് കറി റെഡിയായി. പിന്നെ ബാലൻസ് ചെയ്യുന്ന കുറച്ച് കൊഞ്ചിനെ എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മണമാണ് അടിപൊളി, ഒരു രക്ഷയില്ലാത്ത മണം. അങ്ങനെ ഉച്ചയ്ക്ക് അടിപൊളി ചോറും കീരയും മോര് കറിയും പൊരിച്ച കൊഞ്ചും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ മോര് കറിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.